രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പാലക്കാട് വെച്ച് ഒരു സമാഗമം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. പട്ടികജാതി വിഭാഗത്തു നിന്നും പട്ടികവർഗ വിഭാഗത്തു നിന്നും ഒരുപാട് പേർ പങ്കെടുത്ത പരിപാടിയായിരുന്നു. അവരുമായിട്ട് മുഖ്യമന്ത്രി സംവദിക്കുകയും ചെയ്തു. ആ ചടങ്ങിൽ പ്രസിദ്ധ ഗായകനും റാപ്പറുമായിട്ടുള്ള വേടനും പങ്കെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് BJPക്കാർ ഒരു വിവാദം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സൈബർ ടീം മറ്റൊരു കള്ളത്തരം അതിന് പടച്ചുവിട്ടിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട CPM മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല വേടനെ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും MP രാജേഷാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ടീം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനാണെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് കൈ കൊടുക്കാൻ പോയ സമയത്ത് അത് മന്ത്രി MP രാജേഷ് മുന്നിൽ നിന്ന് വന്ന് വേടൻ്റെ കൈതട്ടി മാറ്റി മുഖ്യമന്ത്രിയുമായിട്ട് കൈ കൊടുക്കാനും മുഖ്യമന്ത്രിയെ സംസാരിക്കാനും അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അവരൊരു പ്രചാരണം നടത്തുന്നുണ്ട്. അത് ഏതോ ചാനലും പുറത്തുവിട്ട വീഡിയോയ്ക്കകത്തുനിന്ന് ചുരണ്ടി മാന്തി അവ്യക്തമായൊരു ദൃശ്യം പുറത്തുവിട്ടാണ് കോൺഗ്രസിൻ്റെ സൈബർ ടീം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു യൂട്യൂബർ പുറത്തുവിട്ടു എന്നാണ് ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ യൂട്യൂബറിൻ്റെ പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സൈബർ ടീമാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ തറ കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ചില വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ കാര്യം വന്നിട്ടുള്ളത്. എന്തായാലും ചർച്ച തുടങ്ങിയപ്പോഴത്തേക്കും ഇതിന് വ്യക്തമായൊരു വിശദീകരണം മന്ത്രി MP രാജേഷ് തന്നെ തന്നിട്ടുണ്ട്. മാത്രവുമല്ല അതിന് തെളിവ് കൂടി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ കൈയൊന്നും തട്ടി മാറ്റിയിട്ടില്ല. മാത്രമല്ല വേടനെ പരിചയപ്പെടുത്തി കൊടുത്തും വേടനുമായിട്ട് താൻ സംസാരിച്ചെന്നും വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ ഒന്നായിട്ടുള്ള കേരള കൗമുദിക്കകത്ത് വ്യക്തമായിട്ട് കൈ കൊടുക്കുന്ന ദൃശ്യസഹിതം പുറത്തു വന്നിട്ടുണ്ട്. കൗമുദിയുടെ ഫോട്ടോഗ്രാഫർ വ്യക്തമായിട്ട് ആ ദൃശ്യം പകർത്തിയിരുന്നു. അപ്പോൾ കൈതട്ടി മാറ്റിയെങ്കിൽ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫർക്ക് ദൃശ്യം കിട്ടുക? അപ്പോൾ സുപ്രധാനമായ ചോദ്യമാണ്. അവ്യക്തമായ ദൃശ്യം വെച്ച് ഒരു കള്ളത്തരം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തകർന്നടിച്ചിട്ടുള്ളത്. അത് മന്ത്രി തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയാക്കിയിട്ടില്ല. പക്ഷേ ഒരു സൈബർ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടീം ഇത് വ്യാജ വാർത്തയുമായി പടച്ചിറങ്ങിയപ്പോഴത്തേക്കും അത് യൂട്യൂബ് വഴിയും വാട്സാപ്പ് വഴിയും മറ്റ് ഫേസ്ബുക്ക് വഴിയും മറ്റ് സാമൂഹ്യ മാധ്യമ പേജുകൾ വഴിയും പ്രചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഡാമേജ് അതിന് നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി വ്യക്തമായിട്ട് ഓടുന്ന നായ്ക്ക് ഒരുമ്പോഴും മുൻപേ തന്നെ എറിഞ്ഞിട്ടുള്ളത്. ആ മന്ത്രിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ 2 ചിത്രങ്ങളും നോക്കൂ. ഇന്നലെ മലമ്പുഴയിൽ നടന്ന പരിപാടിക്കിടെ റാപ്പർ വേടനെ കണ്ട മാത്രമേ ഞാൻ അശ്രദാനം ചെയ്യുന്നത് ഇന്നത്തെ കേരള കൗമുദി പ്രസിദ്ധീകരിച്ചതാണ് ഒന്ന്. വേടനെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നതും ശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തെ അശ്രദാനം ചെയ്യുന്നതുമാണ് രണ്ടാമത്തത്. മുഖ്യമന്ത്രിയോടൊപ്പം ഞങ്ങൾ വേദിയിലേക്ക് നീങ്ങുമ്പോഴാണ് സദസ്സിൻ്റെ മുൻനിരയിൽ വേടനെ കണ്ടത്. ഞങ്ങൾ പരസ്പരം കൈകൊടുക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേടനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് വേടൻ കൈകൊടുക്കുകയും ചെയ്തു. ശേഷം ഞാൻ വേടനെ തോളിൽ തട്ടി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഇതാണ് ഏതാനും സെക്കൻഡുകൾക്കിടയിൽ അവിടെ സംഭവിച്ചത്. എന്നാൽ അവ്യക്തമായ ഒരു വീഡിയോ ദൃശ്യം ഉപയോഗിച്ച് അതിനെ വളച്ചൊടിച്ച് ഒരു യൂട്യൂബ് വീഡിയോയിൽ നുണപ്രചാരണമോ മുഖ്യമന്ത്രിക്ക് കൈകൊടുക്കാമെന്ന വേടൻ്റെ കൈ ഞാൻ തട്ടി മാറ്റിയെന്നും. എന്തൊരു കാലം! ഇതിനു പുറമെ വൈകിട്ട് കോട്ട മൈതാനത്ത് ആയിരങ്ങൾ പങ്കെടുത്ത വേടൻ്റെ പരിപാടിയിൽ മുൻനിരയിൽ ഞാൻ കുടുംബത്തോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി കേളുവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കൂടുന്നുണ സാമൂഹിക മാധ്യമങ്ങളോട് പ്രചരിക്കപ്പെടുന്നത് അറിയുന്നത്. നുണകൾ പലതും പടച്ചുവിടാം. പക്ഷേ അതിനെല്ലാം ഇതുപോലെ നിമിഷങ്ങളുടെ ആയുസ്യമേ അതിനെല്ലാം ഉണ്ടാവുമെന്ന് ഇതുപോലെ നുണകൾ പടച്ചുവിടുന്ന ചില കുടില ബുദ്ധികൾ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. വളരെ സുപ്രധാനമായ കാര്യമാണ്. വ്യാജ പ്രചാരണങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ഇനി 1 വർഷമേ ഉള്ളൂ. സുപ്രധാനമായിട്ടുള്ള നിയമസഭാ ഇലക്ഷനിൽ 1 വർഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചാരണങ്ങളുടെ എണ്ണം ഇതുപോലെ ഒരുപാട് കാണും. മുഖ്യമന്ത്രി കൈതട്ടി മാറ്റുന്നു, മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞുള്ള പ്രചാരണങ്ങൾ ഇനി ഒരുപാട് എണ്ണം വരാനുണ്ട്. അതിൻ്റെ ആദ്യത്തേതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ അതിൻ്റെ മന്ത്രി തന്നെ ഓടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രേക്ഷകരാണ്, ഇടതുപക്ഷ പ്രവർത്തകരാണ്, സാധാരണ ജനങ്ങളാണ്. ഇതുപോലത്തെ വ്യാജ വാർത്തകൾ ഇതുപോലെ മുഖ്യമന്ത്രി കൈതട്ടി മാറ്റി, മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ മന്ത്രിമാർ ദേഷ്യപ്പെട്ടു, മന്ത്രിമാർ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുള്ള വ്യാജ വാർത്തകൾ ഒരുപാട് വരും.
പക്ഷേ അതിനെല്ലാം ഓരോ തവണയും വ്യക്തമായ ഉത്തരങ്ങളുണ്ടാവും. പക്ഷേ ആ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും അതിന് സംശയത്തോടെ തന്നെ നോക്കുക എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. എന്തൊക്കെയായാലും ഒരു കള്ളം മന്ത്രി തന്നെ നേരിട്ടിറങ്ങി പൊളിച്ചിരിക്കുകയാണ്. റാപ്പറും ഗായകനുമായിട്ടുള്ള വേടൻ്റെ കൈ മുഖ്യമന്ത്രി തട്ടിമാറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിയോ എക്സൈസ് മന്ത്രി എം പി രാജേഷോ തട്ടിമാറ്റിയിട്ടൊന്നുമില്ല. സാധാരണ വേടനെതിരെ ഇത്തരം ദുഷ്പ്രചാരണമായ രംഗത്തിറങ്ങുന്നത് സംഘപരിവാറും സംഘപരിവാർ അനുകൂലികളുമാണ്. പക്ഷേ ഇപ്പോൾ ഇത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.